30 വർഷങ്ങൾക്ക് മുകളിലായി 70ഓളം ചിത്രങ്ങളിൽ മലയാളം മാത്രമല്ല ഇന്ത്യൻ ഭാഷയിൽ ഒന്നടങ്കം തന്റെ പേര് ആർക്കും മായ്ക്കാൻ കഴിയാത്ത വിധം എഴുതി ചേർത്ത സൂപ്പർ താരം ജോസഫ് വിജയ് ചന്ദ്രശേഖർ എന്ന തലപതി വിജയ്. സ്വന്തം തമിഴകത്ത് അദ്ദേഹത്തിന് ലഭിക്കുന്നതിനേക്കാൾ ഒരുപക്ഷെ സ്വീകാര്യതയും ആരാധകരും കേരളത്തിലും ആന്ധ്രയിലും ഉണ്ടാവാം. അത്രയ്ക്കും ഇൻഫ്ലുവൻസറായ ഒരു സൂപ്പർ താരത്തിന്റെ അവസാന ചിത്രം എന്ന ലേബലിലെത്തിയ ഗോഡ്, ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം, അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാലും ആരും സമ്മതിക്കില്ല. ഇതൊരുമാതിരി മറ്റടുത്ത പരിപാടി കൂറ്റ മുട്ടനാടാ ഹിമാലയ മുട്ടനാടാന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഏപ്പരാച്ചിനാണ് തന്നേക്കുന്നത്. ഇതാണോ ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം? ഇത്രയും ആരാധക വൃന്ദമുള്ള ക്രൗഡ് പുള്ളറായ ഒരു നടന് കൊടുക്കുന്ന ഒരു ഫെയർവെൽ ആണോ ഇത്? ശരിക്കും നിരാശയാണ് ചിത്രം സമ്മാനിച്ചത്. വിജയ് പടങ്ങളെല്ലാം ഒരേപോലെയല്ലേ എന്നുള്ള വിമർശനം അവിടെ നിൽക്കട്ടെ. അറ്റ്ലീസ്റ്റ് നല്ലൊരു തിരക്കഥ, ഒരു പ്രേക്ഷകനെ രസിപ്പിക്കുന്ന, എൻജോയ് ചെയ്യിക്കുന്ന, എൻഗേജഡ് ആക്കുന്ന, ത്രില്ല് നൽകുന്ന ഒരു മൊമെന്റ്, അങ്ങനെയൊന്ന് അവകാശപ്പെടാനില്ലാത്ത ഒരു ചിത്രം ഇത്രയും കോടികൾ മുടക്കി വമ്പൻ പ്രൊമോഷൻ നടത്തി ഇങ്ങനെ ആദ്യ ദിനം തന്നെ നെഗറ്റീവ് റിവ്യൂസ് തിരിച്ചു കേൾക്കുന്നതിൽ ഒരുപക്ഷെ ചിത്രത്തിന്റെ പിന്നണി പ്രവർത്തകർക്ക് കുഴപ്പമില്ലായിരിക്കും. കാരണം ആത്യന്തികമായി ഇതൊരു വിജയ് പടമാണ്. സോ എല്ലാ വിമർശനങ്ങളും ആ മനുഷ്യന്റെ തലയിൽ ചെന്ന് വീഴും. വളരെ വളരെ ചുരുക്കം ചില സീനുകളിലെ അദ്ദേഹത്തിന്റെ പെർഫോമൻസ്, ചുരുക്കം ചില ആക്ഷൻ രംഗങ്ങൾ, ചുരുക്കം ചില കോമഡി രംഗങ്ങൾ, ഡാൻസ്, ചിത്രത്തിന്റെ സിനിമാറ്റോഗ്രഫി, കളറിംഗ് എന്നിവ ഒഴിച്ചു നിർത്തിയാൽ ബാക്കി മൊത്തം ഒരു ഗ്രിപ്പില്ലാതെ, ഒരു സുഖവുമില്ലാതെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്ന വിജയുടെ ഡേറ്റ് ഉണ്ട്. നിർമ്മാതാവിന്റെ കയ്യിൽ കുറേയേറെ കാശുമുണ്ട്. എന്നാ പിന്നെ കുറേയേറെ രാജ്യങ്ങളൊക്കെ കറങ്ങി തട്ടിക്കൂട്ട് VFXും പഴയ അടിയിടി വെടിപ്പടത്തിന്റെ കഥയും തന്റെ തന്നെ പല സിനിമകളിൽ ഹിറ്റായ കോമഡി ഡയലോഗ്സും വെങ്കട് പ്രഭുവിന്റെ സ്ഥിരം ടീംസിനെയും കൂട്ടി പടമില്ലാതിരിക്കുന്ന ലൈല, സ്നേഹ, പ്രശാന്ത് എന്നിവരെയും കൂട്ടി ഡേറ്റുള്ള പ്രഭുദേവയെയും ജയറാമിനെയും എല്ലാരെയും കൂട്ടി ഒരു ക്രിഞ്ച് ഐറ്റം. അത് മാത്രമാണ് ഗോഡ്. യുവൻ ശങ്കർ രാജയുടെ ഗാനങ്ങളും BGM ഒന്നും മനസ്സിൽ പോയിട്ട് ചെവിയിൽ പോലും സുഖം തന്നില്ല. നായികയും വില്ലനുമൊക്കെ കോമഡി മാത്രമായിരുന്നു, കൂടുതലൊന്നും പറയുന്നില്ല. മങ്കാത്തയും ഗോവയും ചെന്നൈ 6,28,000 മാനാടും ഒക്കെ എടുത്ത വെങ്കട് പ്രഭു എന്നാ ചണ്ണയുങ്ങൾക്ക് എന്ന് മാത്രമാണ് പടം കണ്ടിറങ്ങിയപ്പോ തോന്നിയത്. അവസാന ചിത്രമെന്ന് പറഞ്ഞെങ്കിലും ഒരിക്കൽ കൂടി ആഗ്രഹിക്കുകയാണ്. തിരുപ്പാച്ചി പോലെ, കത്തിയോ തുപ്പാക്കിയോ തെരിയോ പോലെ, പോക്കിരി പോലെ, ഗില്ലി പോലെ, ശിവകാശിയോ മെർസലോ ലിയോ പോലെ ഒരു ഗംഭീര തലപതി ചിത്രം കൂടി തന്നിട്ട് പോകൂ വിജയണ എന്ന്. കാരണം ഇങ്ങനൊരു ചിത്രം ചെയ്ത് കളം വിടേണ്ട ആളല്ല തലപതി വിജയ്. അണ്ണൻ തിരുമ്പി വരുമെന്ന പ്രതീക്ഷയിൽ സൈനിങ് ഓഫ്. ഈ സിനിമ നിങ്ങൾ കണ്ടതാണെങ്കിൽ ചിത്രത്തിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ സിനിമ റിവ്യൂസിനും മറ്റ് സിനിമാ വാർത്തകൾക്കുമായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മൂവി ഡാസിൽ.